നമസ്കാരം. സൗത്ത് ആഫ്രിക്കയിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ICCയുടെ ഏകദിന ലോകകപ്പിനുള്ള പടയൊരുക്കം ഈ IPL മുതൽ ആരംഭിക്കാനൊരുങ്ങുകയാണ് BCCI. വരാനിരിക്കുന്നത് ഏകദിന ലോകകപ്പാണെങ്കിലും IPLലെ പ്രകടനം കൂടി വിലയിരുത്തിയാണ് ടീം ഇന്ത്യയിൽ ആരെല്ലാം വേണമെന്ന കാര്യത്തിൽ BCCI അന്തിമ തീരുമാനമെടുക്കുക. ലോകകപ്പ് മുന്നിൽ കണ്ട് 20 താരങ്ങളുടെ സാധ്യതാ ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞു. ഇവരുടെയെല്ലാം IPLലെ പ്രകടനം സൂക്ഷ്മമായി നിരീക്ഷിക്കും. അതിനുശേഷമാണ് ലോകകപ്പിനുള്ള 15-അംഗ സ്ക്വാഡിനെക്കുറിച്ച് ചിത്രം തെളിയുക. നിലവിലെ കോച്ച് ഗൗതം ഗംഭീറിൻ്റെ കാലാവധി കഴിയുന്നതും 2027 ലോകകപ്പോടുകൂടിയാണ്. അദ്ദേഹത്തിന് കീഴിൽ ഇതിനകം മികച്ച കളിയാണ് ഇന്ത്യ കാഴ്ചവെച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ICC ചാമ്പ്യൻസ് ട്രോഫി, ഏഷ്യ കപ്പ് എന്നിവ കൈക്കലാക്കിയ ഇന്ത്യ ഈ വർഷം T20 ലോകകപ്പും സ്വന്തമാക്കിയിരിക്കുകയാണ്. അടുത്ത ഏകദിന ലോകകപ്പും നേടാനായാൽ അത് ഗംഭീറിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ BCCI നിർബന്ധിതയായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. 2027 ഏകദിന ലോകകപ്പിനു ഇനി കുറച്ച് മാസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതിനുവേണ്ട തയ്യാറെടുപ്പ് നേരത്തെ തുടങ്ങാനാണ് BCCI തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഇത്തവണ IPLന് മുമ്പ് തന്നെ ലോകകപ്പ് പ്ലാനിലേക്ക് പരിഗണിക്കുന്ന 20 പേരുടെ ചുരുക്കപ്പട്ടികയും തയ്യാറാക്കിയത്. ഈ ലിസ്റ്റിൽ താരങ്ങളുടെ പ്രകടനം വിലയിരുത്താൻ അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ മത്സര വേദികളിലെത്തും. അഗാർക്കർ മുഖ്യ സെലക്ടറായ കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ മുൻ താരങ്ങളായ ശിവസുന്ദർ ദാസ്, RP സിംഗ്, അജയ് രാത്ര, പ്രഗ്യാൻ ഓജ എന്നിവരാണ്. ഓരോ സെലക്ടറും ആഴ്ചയിൽ ഒരു IPL മത്സരമെങ്കിലും കാണുന്നുണ്ടോ എന്ന് BCCI നിരീക്ഷിക്കും. അങ്ങനെ വന്നാൽ ആഴ്ചയിലെ 5 മത്സരങ്ങളും കവറാകുകയും ചെയ്യും. അല്ലെങ്കിൽ ടെലിവിഷൻ മത്സരങ്ങൾ ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്ന് BCCI ഒഫീഷ്യൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അടുത്ത ഏകദിന ലോകകപ്പിലേക്ക് IPLൽ നിന്നും ഒരു സൂപ്പർ സ്റ്റാറിനെ പ്രതീക്ഷിക്കുകയാണ് സെലക്ടർമാർ. ലോകകപ്പ് സ്ക്വാഡിൻ്റെ ഭാഗമാകേണ്ട കളിക്കാരെക്കുറിച്ച് അവർ ഇതിനകം തന്നെ ഏറെക്കുറെ തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ലോകകപ്പ് മുന്നിൽ കണ്ട് ഫാസ്റ്റ് ബോളർമാരുടെ പ്രകടനം സെലക്ഷൻ കമ്മിറ്റി പ്രത്യേകമായി നിരീക്ഷിക്കും. പ്രധാനമായും 4 ഫാസ്റ്റ് ബോളർമാരുടെ പ്രകടനമാണ് അവർ വിലയിരുത്തുക. അക്കൂട്ടത്തിൽ സൂപ്പർ പേസ് ബോളർ മുഹമ്മദ് ഷമി ഇല്ലെന്നാണ് എടുത്തു പറയേണ്ട പ്രധാന കാര്യം. പകരം സൂപ്പർ സ്പേസറായ ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ എന്നിവരാണുള്ളത്. ഇതോടെ ഷമിയുടെ അന്താരാഷ്ട്ര കരിയർ ഏറെക്കുറെ അവസാനിച്ചെന്ന് തന്നെ പറയേണ്ടി വരും. 2023 അവസാന ഏകദിന ലോകകപ്പിൽ തകർപ്പൻ പ്രകടനം നടത്തിയ താരമാണ് ഷമി. ലോകകപ്പിന് ശേഷം പരിക്കിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവേണ്ടി വന്നു. അതിനുശേഷം വലിയൊരു ബ്രേക്കും ഷമി എടുത്തിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹത്തിന് വിനയായിരിക്കുന്നത്. ഇനി നമുക്ക് ആ 20 പേരുടെ സാധ്യതാ ലിസ്റ്റ് പരിശോധിക്കാം. ശുഭമാൻ ഗിൽ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, യശസ്വി ജയ്സ്വാൾ, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഋഷഭ് പന്ത്, ഇഷാൻ കിഷൻ, സഞ്ജു സാംസൺ, ഹാർദിക് പാണ്ഡ്യ, ശിവം ദുബെ, അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, ഹർഷദീപ് സിംഗ്, നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാണ് ആ 20-അംഗ സാധ്യതാ ലിസ്റ്റിലുള്ളത്. ഇവർ ഈ IPL 2026 എങ്ങനെ കളിക്കുന്നു എന്ന് സെലക്ടർമാർ
നിരീക്ഷിച്ച ശേഷമായിരിക്കും ഇവരുടെ അവസാന സ്ക്വാഡുകൾ സെലക്ടർമാർ പുറത്തുവിടുക. ഈ 20 പേരുടെയും പ്രകടനം ഈ IPL നിർണായകമാണ്. മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ അടുത്ത വർഷം നടക്കുന്ന ഏകദിന ലോകകപ്പ് ടീമിലേക്ക് ഈ 20 പേർക്കും കളിക്കാൻ കഴിയൂ എന്നാണ് അവസാനമായി പറയാനുള്ളത്. ഈ 2026 IPL മികച്ച ഒരു ടൂർണമെൻ്റ് ആകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക.